ഹായ് നമസ്കാരം. വേമ്പൽക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് കുമരകം ചേർത്തൽ റൂട്ടിൽ ബോട്ട് ചെയ്ത് കയറുവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, കാരണം നമ്മൾ ഏലക്കാടുകളും മറ്റു മലകളൊക്കെ അല്ലേ കണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുമ ഒരു വീഡിയോ. ഓക്കെ, പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ഇവിടെ നമ്മൾ പോകുന്നത് വന്ന് മുഹമ്മയിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി വരുന്നതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ബോട്ടിംഗ് പരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. മനോഹര കാഴ്ചയിലൊക്കെയാണ് യാത്രക്കാർക്ക് പോകുന്നതൊക്കെ കാണിക്കുന്നതിന് അത്ര സുന്ദരമായിട്ടുള്ള ഒരു സന്ദർഭങ്ങളാണ്. ഇതൊക്കെ വീണ് കിട്ടുന്ന ഒരു അവസരവുമാണ്. ഇവിടെ ഈ ബോട്ടിങ്ങിലൊക്കെ അവരെ കൊണ്ടല്ലോ, അവർ നമ്മളോട് ചോദിക്കും ബോട്ട് വേണോ. അപ്പം ഇത് പ്രൈവറ്റായിട്ട് പോകാനായിട്ടുള്ള സംവിധാനത്തിൽ സൗകര്യത്തോടു കൂടിയുള്ള അതിനു വേണ്ടിയാണ് അവർ യാത്ര സുലഭമാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ് കേട്ടോ. കേരള ഗവൺമെൻറ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ യാത്രയെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കുമരകം അമ്പലമാണ്. ഞാൻ പണ്ടെങ്ങാണ്ട് വന്നതോടെ ഒരു ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഇവിടുത്തെ വള്ളി പോകുന്നുണ്ടേ. എന്നാലും നാട്ടുംപുറം ഭാഗം വരുമ്പോൾ പ്രത്യേക ഒരു മനോഹരമല്ലേ ഇതൊക്കെ. നമ്മൾ ഈ വഴിക്കാണ് മുഹമ്മയിലേക്ക് പോകുന്നത്. അപ്പം അവിടെ നിന്ന് വന്ന് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ അവിടെ കയറി പോകുന്നത്. ആ ബോട്ടിൽ കയറി പോകുന്ന പറഞ്ഞാൽ നമ്മൾ KSRTC നമ്മൾ എങ്ങനെ ചാർജ് മറ്റേ ടിക്കറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. യാത്രക്കിടയിലാണ് കളക്ഷൻ അവർ ടിക്കറ്റ് എടുക്കുന്നത്. അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് അത് നമുക്ക് മനസ്സിലാകും. വരട്ടെ എങ്ങനെ 100 110 ഇതിലാണ് ഞങ്ങളുടെ യാത്ര. ബൈക്ക് ഈ ബോട്ടിൽ കയറുമ്പോഴേ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞല്ലോ, ബോട്ടിൽ കയറുമ്പോൾ തന്നെ പുസ്തകശാല, അതായത് നമുക്ക് എല്ലാ സംവിധാനത്തോടു കൂടി പിന്നെ എന്ത് വേണം. ബോട്ടിൽ കയറുമ്പോൾ ആർക്കും ബോറടിക്കാതെ ഒരു 3/4 മണിക്കൂർ വായനാശീലമായിട്ട് പുസ്തകം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വായിച്ച് നമ്മൾ ബോറടിക്കാതെയൊക്കെ ഉള്ള യാത്രയിലാണ്. അപ്പം എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ ബോട്ട് ഗവൺമെൻറ് നമുക്കായിട്ട് ശേഖരിച്ചു നൽകുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കപിലും നമ്മുടെ അഗസ്ത്യ ആശാനും ഞങ്ങളൊക്കെ ചേർന്നാണ് മുഹമ്മയിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഹൈറേഞ്ചിൻ്റെ മലമടക്കിൽ നിന്നും കുമരകത്തിലേക്ക് ഒരു ജൈത്രയാത്ര. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ബോട്ടിനകത്ത് ബൈക്ക് മറ്റ് സംവിധാനം കാര്യങ്ങളൊക്കെയാണ് കയറി പോകുന്നത്. അപ്പം ഇത് മറ്റേ കേരള സർക്കാരിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പം കൗണ്ടർ വരെ വരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ. അങ്ങനെ സൗന്ദര്യം പോലെ സെറ്റല്ലേ. ടിക്കറ്റ് എടുക്കുക. ഇതാണ് 3 പേർക്കുള്ള ടിക്കറ്റ് അല്ലോ. 3 പേർക്കും 3/4 മണിക്കൂർ യാത്രയ്ക്ക് അങ്ങനെ ചേർത്തൽ മറ്റേ ഇവിടെ കുമരകത്തിൽ നിന്നും മുഹമ്മയിലേക്ക് കണ്ടോ. ഇത് ഇവിടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ബാക്കി 3/4 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെ പോലും ന്യായമായിട്ട് തുക എടുക്കണം. ഇത് വെറും 48 രൂപയാണ്. എല്ലാ സുഖ സൗകര്യത്തോടും കൂടി യാത്രകൾ. കാരണം ബൈക്കുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, പിന്നെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വണ്ടി നമ്മൾ വിചാരിക്കും ഒന്നുമില്ല, എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഈ യാത്ര.
അത് യാതൊരു വിധമായ ടെൻഷനോ ഒന്നും വേണ്ട. പക്ഷേ സന്തോഷമാണ്, നല്ലൊരു ഒരു ഫീലാണ്. റിലാക്സ് ആയിട്ട് സായന സന്ധ്യയൊക്കെ വരുമ്പോൾ ഒക്കെ വേറെ ലെവലായിരിക്കും അല്ലേ. ഈ കായലുകളൊക്കെ ഉണ്ടോ, എന്ത് മനോഹര കാഴ്ചയാണ്. അവിടെ നോക്കിയേ, ഒരു ഏകാന്ത രൂപത്തിലായിരിക്കുന്നത്. മറ്റു ഒരു ശബ്ദവും ഇല്ല, അശബ്ദ ശബ്ദങ്ങളോ മറ്റ് ഇതൊന്നുമില്ല. നമ്മൾ റിലാക്സ് ആയിരുന്നു. ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾ പറ്റുന്നവർക്ക് ഇതുപോലെയൊക്കെ കണ്ട് കേട്ട് ഇങ്ങനെയൊക്കെ റിലാക്സ് ആയിട്ടൊരു ഫാമിലി സംഗീതമായിട്ട് വന്ന് അവർക്കൊരു സന്തോഷവും പിള്ളേർക്കൊരു കുളിർമയും പുത്തൻ അറിവുകളും പുത്തൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരു വേദിയാണ് ഇതേപോലെ ഈ സംഭവം. നമ്മൾ അവിടെ തുടങ്ങിയില്ലേ, അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഇപ്പോൾ പോകാൻ മുഹമ്മയിലൊരു തിരിച്ചു വരുന്ന സംഭവമാണ് ആ ബോട്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഇതുപോലെ തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇനി ഇത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മുഹമ്മ. ഓക്കെ, വളരെ സാമ്പത്തികം കുറഞ്ഞ ഇതിൽ ചെലവില്ലാത്ത രീതിയിലുള്ള ഒരു അതിമനോഹരമായിട്ട് ഇതുണ്ടോ, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ വെള്ളം ഇപ്പം ചലനമില്ലാതിരിക്കുന്നുണ്ടോ വെള്ളം. നല്ല സംവിധാനം അതിന്. ഓളം ഒന്നും ഇല്ല, അതുകൊണ്ട് പ്ലെയിനായിട്ട് മറ്റേ എന്ത് ഇങ്ങോട്ട് ആച്ചാലേ പ്ലാസ്റ്റിക് വിരിച്ചിട്ടത് പോലെ അല്ലേ. ഇതുണ്ടോ, ഒറ്റ ചലനമില്ല, പ്ലാസ്റ്റിക് വിരിച്ചിട്ടതുപോലെ ഇരിക്കുന്നുണ്ടോ. അത് നോക്കിയാൽ ഒരു വൈബ്രേഷൻ ഒന്നും ഇല്ല. അയ്യോ ദൈവമേ. വാ, ഞാൻ മുഖമേൽ അത് ഇറങ്ങട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ.